നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന ആൺകുട്ടി അഭിജിത്ത് നായർ, 28 വയസ്സ്, അശ്വതി നക്ഷത്രം, 181 സെന്റിമീറ്റർ ഹൈറ്റ്, 80 kg വെയിറ്റ്. BE മുംബൈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്സായിരിക്കുന്നു. ബാംഗ്ലൂരിലെ പ്രശസ്തമായ ഒരു MNCയിലാണ് വർക്ക് ചെയ്യുന്നത്. കോളിൻസ് എയറോസ്പേസ് എന്നാണ് കമ്പനിയുടെ പേര്. സോഫ്റ്റ്വെയർ പ്രൊഫഷണലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. 20 ലക്ഷം രൂപ സാലറിയാണ് കാട്ടിയിരിക്കുന്നത്. അച്ഛൻ രാജഗോപാൽ, അമ്മ ശോഭന. ചെറുതുരുത്തിക്കടുത്ത് തിരുമിറ്റക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഇവരൊക്കെ ബോംബെയിലാണ് ഈ കുട്ടിയൊക്കെ പഠിച്ചു വളർന്നിരിക്കുന്നത്. ബോംബെ ബാൻഡൂബിലായിരുന്നു. ഇവരുടെ ഏട്ടനും ഭാര്യയും ഇപ്പം ഡോംബിവിലിയിലാണ്. നല്ലൊരു ഫാമിലി. അച്ഛൻ അമ്മ റിട്ടയർഡ് ലൈഫ്. അവരിങ്ങനെ ബോംബെയും ബാംഗ്ലൂരും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിയുന്നു. അപ്പോൾ രണ്ടാമത്തെ മകനാണ് അഭിജിത്ത് നായർ. അപ്പോൾ അഭിജിത്ത് നായർക്ക് അവർ കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഒരു തറവാടി ഫാമിലിയാണ്. ആർക്കെങ്കിലും പെൺകുട്ടികളുടെ അച്ഛന്മാർക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വള്ളുവനാട് മാട്രിമോണിയൽ കോൺടാക്ട് ചെയ്യാം. ഒരിക്കൽ കൂടി ഞാൻ അഭിജിത്ത് നായരെ കുറിച്ച് പറയാം. അഭിജിത്ത് നായർ, 28 വയസ്സ്, അശ്വതി നക്ഷത്രം, 20 ലക്ഷം രൂപ സാലറിയാണ് കാട്ടിയിരിക്കുന്നത്. 181 സെന്റിമീറ്റർ ഹൈറ്റ്, BE ആണ് ക്വാളിഫിക്കേഷൻ, ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ BE ആണ്. മുംബൈ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പാസ്സായിരിക്കുന്നത്. കോളിൻസ് എയറോസ്പേസ് എന്ന് പറയുന്ന MNCയിലാണ്, ബാംഗ്ലൂരാണ് ആ കുട്ടി സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യാണ്. അച്ഛൻ രാജ്ഗോപാൽ, അമ്മ ശോഭന, റിട്ടയർഡ് ലൈഫാണ്. ചെറുതുരുത്തിക്കടുത്ത് തിരുമിറ്റക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഏട്ടൻ്റെ ഭാര്യ, ഇവർ രണ്ടുപേരും ബോംബെയിലാണ്, ഡോംബിവിലിയിലാണ് അവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഈ കുട്ടികളെല്ലാം പഠിച്ചിരിക്കുന്നത്, അതായത് അഭിജിത്തൊക്കെ പഠിച്ചിരിക്കുന്നത് മുംബൈയിൽ തന്നെയാണ് പഠിച്ചിരിക്കുന്നത്. കാരണം അച്ഛനും അവിടെയായിരുന്നു ജോലി, ബോംബെയിലായിരുന്നു ജോലി. ജോലിയൊക്കെ റിട്ടയർ ആയതിനു ശേഷമാണ് അദ്ദേഹം നാട്ടിൽ വന്ന് സെറ്റിൽ ആയിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം, അച്ഛൻ അമ്മ ഇപ്പോൾ ദിവസം ഇങ്ങനെ ബോംബെ, ബാംഗ്ലൂർ, ഷൊർണൂർ അല്ലെങ്കിൽ തിരുമിറ്റക്കോടൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. റിട്ടയർ ലൈഫ് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഒരു ഫാമിലി ആയിട്ട്, കാരണം ഞാൻ അച്ഛൻ, അമ്മ, ഏട്ടൻ, അനി ഇവരെല്ലാവരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇവിടെ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടും ഒരു നല്ല ഫാമിലി ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ പെൺകുട്ടികളുടെ അച്ഛന്മാർക്ക് വള്ളുവനാട് മാട്രിമോണിയലിനെ കോൺടാക്ട് ചെയ്യാം. ഞാൻ വേണ്ട സഹായങ്ങൾ ചെയ്തു തരാം. എല്ലാ വീഡിയോകളിലും പറയുന്ന അതേ കാര്യങ്ങൾ വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. വീട്ടിൽ ആർക്കെങ്കിലും വിവാഹം നോക്കണമെന്ന് തീരുമാനമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിവാഹം നോക്കേണ്ട കുട്ടിയും അവരുടെ അച്ഛനമ്മമാരും സഹോദരങ്ങളും കൂടെ ചേർന്ന് ഒരു ഡിസ്കഷൻ തീർച്ചയായിട്ടും നടത്തണം. ആ ഡിസ്കഷൻ എന്തൊക്കെയാണ് ആ കുട്ടിക്ക് പറയാനുള്ളതെന്ന് മുഴുവൻ കേൾക്കാൻ ശ്രമിക്കുക. അവിടെ ഒരു വഴക്കും ബഹളത്തിനുള്ളൊരു ഇടവരരുത്. ചിലപ്പോൾ അവർ ക്വാളിഫിക്കേഷൻ ഇന്നത് വേണം പറയും, ജോലി ഇന്ന സ്ഥലത്താണെങ്കിൽ നന്നായി എന്ന് പറയും. എല്ലാം 100% നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയെന്നൊന്നും വരില്ല. ബട്ട് അറിഞ്ഞിരിക്കണം, അച്ഛനമ്മമാർ സഹോദരങ്ങളൊക്കെ അത് അറിഞ്ഞിരിക്കണം. ഇന്നതൊക്കെയായിരുന്നു അവരുടെ ആവശ്യങ്ങളെന്നുള്ളത്. ഹൈറ്റ് ഇത്ര വേണം, ഇങ്ങനെയൊക്കെ പറയുന്ന പല ആളുകളുണ്ട്. ഹൈറ്റ് ഇത്ര വേണം, ക്വാളിഫിക്കേഷൻ അതായിരിക്കണം, ഇന്ന ലൊക്കേഷനിൽ ജോലി ആയാൽ നന്നായി എന്നൊക്കെ പറയുന്ന അനവധി കുട്ടികളെ എനിക്കറിയാം. അപ്പോൾ അത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കുട്ടിക്ക്, ആ പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അവർക്ക് ചിലപ്പോൾ പറയാനുണ്ടാകും, എനിക്ക് ഒരു ലവ് അഫെയർ ഇപ്പം ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ നോക്കണ്ട ഇപ്പോൾ എന്ന് പറയാനുള്ള
ഒരു സ്വാതന്ത്ര്യം കൂടെ കിട്ടും. അത് എപ്പോഴും നന്നായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്, അങ്ങനെ ഉള്ള വർത്തമാനങ്ങൾ. ഇല്ലെങ്കിൽ അച്ഛനമ്മമാർ ഒരു സൈഡിൽ കൂടെ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുക, കുട്ടി വേറൊരു സൈഡിൽ ലവ് അഫെയറുമായിട്ട് ഇരിക്കുക, അവൻ ഒരു വല്ലാത്ത ടെൻഷൻ അല്ലെങ്കിൽ അവൾ ഒരു വല്ലാത്ത ടെൻഷനിലായിരിക്കും. എങ്ങനെ അച്ഛനോട് അമ്മോട് പറയും? അച്ഛനും അമ്മയും ഇഷ്ടപ്പെടില്ല. നല്ലൊരു ശതമാനം വീടുകളിൽ ഇതൊന്നും ഇഷ്ടപ്പെടില്ല. അപ്പോൾ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ മനസ്സിലാക്കുക, ഏത് കുട്ടിയാണ് അവർ ഇഷ്ടപ്പെടുന്നത്, നമുക്ക് യോജിക്കുന്ന കുടുംബവും കാര്യങ്ങളൊക്കെയാണോ എന്നൊന്ന് നോക്കുക. എന്നിട്ട് ആ കുട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇനി അഥവാ ആ കുട്ടി ഒന്നിനും സമ്മതിക്കില്ല, അത് തന്നെ വേണം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമായിട്ട് തന്നെ ആ വിവാഹം നടത്തി കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇല്ലെങ്കിൽ മാക്സിമം ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച, അത് കഴിഞ്ഞാൽ കുടുംബ കോടതി വക്കീലന്മാരുടെ ഓഫീസിലുണ്ടാവും ഇവരൊക്കെ. അപ്പോൾ കഴിയുന്നതും ഒരു ടെൻഷൻ ഇല്ലാതെ ഈ വിവാഹം എന്ന് പറയുന്ന മംഗളകർമ്മം നടത്താനായിട്ട് ശ്രമിക്കണം. അപ്പോൾ അതിൻ്റെ ആദ്യ പടിയാണ് കുട്ടികളുമായിട്ടുള്ള ഒരു ഡിസ്കഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത്, ദൈവവിശ്വാസികൾ മാത്രം ചെയ്യേണ്ടത്, നിങ്ങളുടെ തറവാട്ടിലെ ധർമ്മദൈവങ്ങൾ അല്ലെങ്കിൽ കുടുംബക്ഷേത്രം, അടിമക്കാവ്, അങ്ങനെയൊക്കെ പറയുന്ന പല ഇതുമുണ്ട്. അവിടെയൊക്കെ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതിനുശേഷം ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുക. ഈ പ്രൊഫൈൽ വെറുതെ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ ഷോപ്പിൽ പോയിട്ട് ഉണ്ടാക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ എഴുതി വയ്ക്കുക. പലരും എഴുതും എഡ്യൂക്കേഷൻ, ബിടെക്, എംടെക്, പക്ഷെ അത് എവിടെ നിന്നാണ് പഠിച്ചതെന്ന് എഴുതില്ല. അത് തീർച്ചയായിട്ടും കാട്ടണം. എവിടെ നിന്നാണ് പഠിച്ചിരിക്കുന്നത്, എവിടെയാണ് ജോലി, ഏതാണ് ലൊക്കേഷൻ, എന്താണ് ജോലി, എത്ര രൂപ ശമ്പളമുണ്ട്, കഴിയാവുന്നത്ര ട്രാൻസ്പെറൻ്റ് ആക്കാൻ ശ്രമിക്കുക. ഈ പ്രൊഫൈലിൽ സാലറി എഴുതുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം CTC ആണ് കാട്ടേണ്ടത്. CTC എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് കമ്പനികളൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. കോസ്റ്റ് ടു കമ്പനി എന്നാണ് പറയുന്നത്. അതായത് ഒരാളെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനിക്ക് എത്രമാത്രം കോസ്റ്റ് ഈ ആൾക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കേണ്ടി വരുന്നുണ്ടെന്നുള്ളതാണ്. അതിൽ PF ഉണ്ടാകാം, എല്ലാ ഡീറ്റെയിലും ഉണ്ടാവും. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പ്രൊഫൈലിൽ കാട്ടിക്കഴിഞ്ഞാൽ വായിക്കുന്നവർക്ക് എളുപ്പമായിരിക്കും കാര്യങ്ങൾ മനസ്സിലാകാനായിട്ട്. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല ഒരു മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക. എന്താണ് ഈ നല്ല മാട്രിമോണി? എല്ലാ മാട്രിമോണിയലും നല്ല സൈറ്റുകളും കാര്യങ്ങളും നല്ല ആളുകളും ഒക്കെ തന്നെയാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. പക്ഷെ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ അവിടെ പോകുന്നു, രജിസ്റ്റർ ചെയ്യുന്നു, പിന്നെ കുറേ കാലത്തേക്ക് നിങ്ങൾ തിരിച്ചു വിളിക്കലോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് വിളിച്ച ഫോൺ എടുക്കുകയോ ഒന്നുമില്ല. കാര്യം അവർക്ക് നിങ്ങൾക്ക് സ്യൂട്ടബിളായിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല, പ്രൊഫൈൽ കിട്ടിയിട്ടുണ്ടാവില്ല. അതായിരിക്കാം ഒരു കാരണം. ചിലർ പൈസ വാങ്ങിക്കൽ മാത്രമായിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട്. വലിയ കാര്യങ്ങളൊക്കെ പറയും, പൈസ കിട്ടുന്നവർക്ക് വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയും. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വിളിച്ചാൽ ഫോൺ കൊടുക്കില്ല, ഒന്നുമില്ല. ആരെങ്കിലും ഒരു 2 പേരെങ്കിലും നല്ലത് പറയുന്ന ഏതെങ്കിലും സ്ഥാപനത്തിൽ സമീപിക്കുക. കൃത്യമായിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്തൊക്കെയാണ് അവർ ചെയ്യുന്ന പരിപാടികൾ, എത്ര രൂപയാണ്, എത്ര കാലത്തൊക്കെയാണ്, കല്യാണം ശരിയായി കഴിഞ്ഞാൽ എത്ര രൂപ വാങ്ങിക്കും എന്നുള്ള എല്ലാ കാര്യങ്ങളും നന്നായിട്ട് സംസാരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഈ പ്രൊഫൈൽ അവിടെ രജിസ്റ്റർ ചെയ്യുക. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ പെൺകുട്ടികളുടെ വീട്ടുകാരോ ആൺകുട്ടികളുടെ വീട്ടുകാരോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കൽ തുടങ്ങും. അങ്ങനെ വിളിക്കുന്ന സമയത്ത് നന്നായിട്ട് സംസാരിക്കുക കുട്ടികളുമായിട്ട്. കുട്ടികൾക്ക് ഫോട്ടോ കാട്ടി കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. അതിനുശേഷം അവരുടെ ക്വാളിഫിക്കേഷൻ, എല്ലാ കാര്യങ്ങളും നോക്കുക. ജാതകം തീർച്ചയായിട്ടും നോക്കണം. ജാതകമൊക്കെ ഓക്കെ ആയി കണ്ടു കഴിഞ്ഞാൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. കാര്യങ്ങൾ മുന്നോട്ട് പോകുക എന്ന് പറയുമ്പോൾ 2 ഫാമിലിക്ക് ഇഷ്ടപ്പെട്ടു, പ്രൊഫൈലുകൾ ഓക്കെയാണ്, ഫോട്ടോ ഇഷ്ടപ്പെട്ടു, എല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ അടുത്ത് പെൺകുട്ടിയുടെ വീട്ടുകാർ അല്ലെങ്കിൽ ആൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്നൊരു ഏർപ്പാടാണ്
പെണ്ണ് കാണൽ ചടങ്ങ്. കഴിയാവുന്നത്ര പെണ്ണ് കാണൽ ചടങ്ങ് പതുക്കെ ചെയ്യാവൂ. ചാടിക്കയറി പോകരുത്. ഒരു കാരണവശാലും ചാടിക്കയറി പോകരുത്. അവർ ഒരു 15 ദിവസമെങ്കിലും വാട്സാപ്പ് ചാറ്റിൽ കൂടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്തതിന് ശേഷം, ഒരു കംഫർട്ട് സോണിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രം പുറത്ത് വെച്ച് കാണണം പെൺകുട്ടിയും ആൺകുട്ടിയും. ഒരു കാരണവശാലും വീട്ടിൽ വെച്ചിട്ടല്ല. പുറത്ത് വെച്ച് കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം. അവർ രണ്ടുപേരും കംഫർട്ട് ആണെങ്കിൽ മാത്രമേ പെണ്ണ് കാണൽ ചടങ്ങിന് പോകാവൂ. വെറുതെ പെണ്ണ് കാണൽ ചടങ്ങ് നടത്തി ഇഷ്ടപ്പെട്ടില്ല, ഇഷ്ടപ്പെട്ടു, അത് ഇത് ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളും പറഞ്ഞ് എന്നിട്ട് അത് വേണ്ട വെക്കുന്നതിനേക്കാട്ടിലൊക്കെ നല്ലത് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആൺകുട്ടിയും പെൺകുട്ടിയും വളരെ കംഫർട്ട് ലെവലായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അടുത്തൊരു കാര്യം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ജാതകത്തിൻ്റെ വർത്തമാനങ്ങളാണ്. എത്രത്തോളം കുറച്ച് ജാതക വർത്തമാനം പറയാൻ സാധിച്ചു അത്രത്തോളം ഭംഗിയായിട്ട് കാര്യങ്ങൾ നടക്കും. ഇവിടെ കണ്ടുവരുന്നൊരു കാഴ്ച എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രക്ഷിതാക്കളാണ് ഇപ്പോൾ ജ്യോതിഷ പണ്ഡിതന്മാരായിട്ടിരിക്കുന്നത്. എല്ലാവരും, നല്ലൊരു ശതമാനം ആളുകളും ജ്യോതിഷ പണ്ഡിതന്മാരാണ്. ആ നാള് ചേരില്ല, ഈ നാള് ചേരില്ല, 7 ചൊവ്വ, ശുദ്ധജാതകം, അരദോഷം, 1 ദോഷം, 1.5 ദോഷം, 2 ദോഷം, 2.5 ദോഷം, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളെയാണ് ഞാൻ കൂടുതൽ കാണുന്നത്. നിങ്ങളായിട്ട് ഒരു മുൻവിധി നടത്താതെ ഏതൊരു പ്രൊഫൈൽ ഇഷ്ടപ്പെട്ടുവോ നിങ്ങൾ ജാതകത്തിൻ്റെ കാര്യം ജ്യോത്സ്യന് വിട്ടുകൊടുക്കുക. ജ്യോത്സ്യൻ കണ്ടിട്ട് പറയട്ടെ. അത് ഒരു ജ്യോത്സ്യൻ നോ എന്ന് പറഞ്ഞാൽ 2, 3, 4, 5 പണിക്കരടുത്തെങ്കിലും പോകണം. കാരണം ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റൂ. അപ്പോൾ ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കി ഭംഗിയായിട്ടൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടികളുടെ ദാമ്പത്യ ജീവിതം, നിങ്ങളുടെ റിട്ടയർഡ് ലൈഫ്, പാരൻസിൻ്റെ റിട്ടയർഡ് ലൈഫൊക്കെ വളരെ സ്വസ്ഥവും സമാധാനവുമായിട്ടാണ് കാണുന്നത്. അല്ലാത്തതൊക്കെ എന്തൊക്കെയോ കുറച്ച് ദിവസം കാട്ടും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടുംബ കോടതി വക്കീലന്മാരുടെ പിന്നാലെയാണ്. അതിലേക്കുള്ള പോക്ക് ഉണ്ടാവാൻ പാടില്ല. കഴിയാവുന്നത്ര മനസ്സിലാക്കുക, കമ്മ്യൂണിക്കേഷൻ ഭംഗിയായിട്ട് നടത്തുക, ഒന്നുള്ളിൽ വെച്ച് പുറത്തേക്ക് വേറൊന്നും പറയരുത്. അപ്പോൾ ഇങ്ങനെ ആവട്ടെ എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ. എല്ലാവർക്കും മംഗളാശംസകൾ. നന്ദി, നമസ്കാരം. ജയശങ്കർ, ഒറ്റപ്പാലം.